സർഗധനരായ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കലാസംഗമമായ CBSE ഇടുക്കി സഹോദയ സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ അടിമാലി വിശുദ്ധദീപ്തി പബ്ലിക് സ്കൂൾ വേദിയാവുകയാണ്. ജില്ലയിലെ 31 CBSE സ്കൂളുകളിൽ നിന്നായി 2500-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഈ കലോത്സവ നഗരിയിൽ മാറ്റൊരുക്കുന്നത്. 22 വേദികളിലായി 140ഓളം മത്സര ഇനങ്ങളാണ് അരങ്ങേറുന്നത്. അപ്പോൾ നമ്മുടെ വിശുദ്ധദീപ്തി പബ്ലിക് സ്കൂളിൽ ഈ കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ മുന്നൊരുക്കങ്ങൾ, ഇതിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ മുന്നൊരുക്കങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നമ്മുടെ സംഘാടകരുടെ അടുത്ത് ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ വിശുദ്ധദീപ്തി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സംഘാടക സമിതി അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ മുന്നൊരുക്കങ്ങളെ പറ്റി ചോദിച്ചറിയാം. ഫാദർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇതിന്റെ കലോത്സവ നഗരിയായ ഇവിടെ ഒരു ആവേശോജ്വലമായ ഒരു മത്സരങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ചൂട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ ഇത്തവണ ഈ വിശുദ്ധദീപ്തി പബ്ലിക് സ്കൂളിൽ കലോത്സവം നടക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് ഇടുക്കി സഹോദരിയുടെ 14ാമത് കലോത്സവമാണ് ഈ വർഷത്തെ. ഇവിടെ 2025 ആരവ 2025 എന്ന പേരിൽ വിശുദ്ധദീപ്തിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 31 സ്കൂളുകളിൽ നിന്നായിട്ട് ഏകദേശം 2500ഓളം വിദ്യാർത്ഥികളാണ് പല മത്സരങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത്. ഏകദേശം 148ഓളം ഇനങ്ങളിലായിട്ട് 38 സ്റ്റേജുകളിലായിട്ടാണ് 3 ദിവസങ്ങളായിട്ട് നടത്തപ്പെടുന്നത്. 19-20 നമ്മൾ ഓൺ സ്റ്റേജ് ഇവൻറ്റ്സിൽ 22 സ്റ്റേജുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. എല്ലാ മത്സരങ്ങളും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു രീതിയിൽ തന്നെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 8:30 തന്നെ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വൈകുന്നേരമാണ് നമ്മൾ ഇനാഗുറൽ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിൻ്റെ ക്രമീകരണങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥ നമുക്കുണ്ട്. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും വളരെ നല്ല അപ്രീസിയേഷനാണ് ഇതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ 2023 ഇതിനു മുമ്പ് വിശുദ്ധദീപ്തി പബ്ലിക് സ്കൂളിൽ കലോത്സവം നടന്നിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കാലാവസ്ഥയൊക്കെ ഇച്ചിരി പ്രതികൂലമായിരുന്നു, മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വളരെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വിശുദ്ധദീപ്തി സ്കൂളിൽ വെച്ച് നടത്തുന്നതിനെ പറ്റിയിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വിശുദ്ധദീപ്തി സ്കൂളിൽ ഒത്തിരിയേറെ മത്സരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. 2023 ഇടുക്കി സഹോദരിയുടെ കലോത്സവം ഇതിനു മുൻപേ അരങ്ങേറിയിട്ടുള്ളത്. അതിനു മുൻപ് നമ്മൾ CBSE സ്റ്റേറ്റ് കലോത്സവത്തിനും കൂടെ വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് വിശുദ്ധദീപ്തി. അതുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ സംഘാടന മികവ് എപ്പോഴും പ്രശംസിക്കപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വീണ്ടും ഞങ്ങൾ ഈ ഒരു കലോത്സവം ഇവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ 13-ാം തീയതി രചനാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞു. ആ മത്സരങ്ങളിൽ എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു പ്രകടനം? വളരെ നല്ല രീതിയിലുള്ള പ്രകടനം എല്ലാ സ്കൂളിൽ നിന്നും വന്ന കുട്ടികളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. വിധികർത്താക്കൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഓഫ് സ്റ്റേജ് ഇവൻറ്റ്സും അതുപോലെ ബാൻഡ് ഡിസ്പ്ലേയുമാണ് നടത്തുന്നത്. വിശുദ്ധദീപ്തിയിലെ കുട്ടികൾ ബാൻഡ് മേളത്തിൽ ഫസ്റ്റ് വന്നിരുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ മത്സരരംഗത്ത് നല്ല മത്സരം കാഴ്ചവെക്കുവാനായിട്ട് എല്ലാ സ്കൂളുകളും പരിശ്രമിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതെ അതെ, ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ വരുമ്പം അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും അതൊരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം അതിനുള്ള ഒരു എന്താണ് നമുക്ക് വെല്ലുവിളികളായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? വെല്ലുവിളികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാലാവസ്ഥ മാത്രമാണ് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തൊരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഇന്ന് ദൈവാനുഗ്രഹത്താൽ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വരെ വലിയ മഴയായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മഴ ഒരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഗ്രൗണ്ടിൽ നമുക്കൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ സ്റ്റേജ് എല്ലാം ഉള്ളിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്രമസമാധാന കാര്യങ്ങളെല്ലാം നോക്കുവാനായിട്ട് ഡിസ്ട്രിക്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 8 പോസ്റ്റ് നമുക്കിവിടെ ഉണ്ട്. മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടൻ്റ് ആളുകളെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സഹകരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രോഗ്രാം ഇന്നിവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ പ്രോഗ്രാംസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചുള്ള
കൃത്യമായിട്ട് അതിൻ്റെ പോകുന്നുണ്ട്. റിസൾട്ടുകൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അറിയാനായിട്ടുള്ള 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ നമുക്ക് അന്നേരം തന്നെ ആളുകളിലേക്ക് എല്ലാ സ്കൂളുകളിലേക്കും അപ്പോൾ തന്നെ റിസൾട്ടുകൾ ആ ഇവൻറ്റ് കഴിയുമ്പോൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞുകൂടെ നമ്മൾ ഓരോ ഇവൻറ്റുകളുടെയും കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതിൻ്റെ റിസൾട്ടും മറ്റു കാര്യങ്ങളും അതിൻ്റെ സ്റ്റേജും മറ്റ് ഇവൻറ്റ്സ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളും എത്തിയിട്ടുണ്ട്. നമ്മുടെ പി ടി എ പ്രതിനിധി നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ പി ടി എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളും? ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മുഴുവൻ സ്കൂളുകളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സ്കൂളുകളെയും എല്ലാ കുട്ടികളെയും ടീച്ചർമാരെല്ലാം വളരെ ഹൃദ്യമായ രീതിയിൽ ആതിഥ്യം വരുത്താൻ ഞങ്ങൾ റെഡി സജ്ജമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി വിശുദ്ധീപ്തി CMA പബ്ലിക് സ്കൂളിലായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ PTA ഒറ്റക്കെട്ടായിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സിലും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമ്മുടെ വിശുദ്ധീപ്തി പബ്ലിക് സ്കൂളിൽ 2 ദിവസങ്ങളിലായി ഇനി നടക്കാൻ പോകുന്ന കലോത്സവ മാമാങ്കത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. ഫാദർ ഇപ്പോൾ പറഞ്ഞു 22 വേദികളിലായി 140ഓളം മത്സര ഇനങ്ങളാണ് അരങ്ങേറുന്നത്. അപ്പോൾ കുട്ടികളുടെ ആവേശോജ്വലമായ മത്സരങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് റിസൾട്ട് അറിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സംപ്രേഷണവും മീഡിയ പ്ലസ് വഴിയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. അപ്പോൾ കലോത്സവ നഗരിയിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി കാണാം.